അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹാക്കലാടെക്കിൻ്റെ വെർഷൻ 89 നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മുടെ പുതിയ വാട്സപ്പാണ്. അപ്പോൾ നമുക്ക് കുറേ നാളായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. മൊത്തം എന്താണ് നമുക്ക് ലിങ്ക് ചെയ്യത്തില്ല, ലിങ്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാൻ വരുന്നു. അപ്പം അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ചെയ്തുകൊണ്ട് നമ്മളൊരു അടിപൊളി വാട്സപ്പ് പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും അടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി തീമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ജസ്റ്റ് കൊടുത്തേക്കുന്ന ഒരു അടിപൊളി പർപ്പിൾ തീമാണ് നമ്മളിപ്പോൾ പ്രാവശ്യം കൊടുത്തേക്കുന്നത്. അപ്പം നെറ്റ് ഓഫാണ്, അതുകൊണ്ട് ജസ്റ്റ് ലോഡാൻ താമസിക്കെടുക്കുക. അപ്പം നമുക്ക് എന്താണ് എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ആഡ് ആട്ടോ. അപ്പം എന്താണ് നമുക്ക് മെറ്റായി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും പുതിയതായിട്ടുള്ള എല്ലാ ആഡാണ്. നമുക്ക് ജസ്റ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആഡ് അക്കൗണ്ട് കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് റിപ്ലൈ മോഡ് കിട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ എന്താണ് ഡാർക്ക് ലൈറ്റ് തീം കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ നോർമലായിട്ടുള്ള തീംസും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആയിട്ടുള്ളൊരു വാട്സപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കുമ്പോൾ ഹാക്കലാടെക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ മേളിൽ കാണാം. അപ്പം ഇതുവരെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൈവസി സെക്യൂരിറ്റി ആദ്യം തന്നെ ഫ്രീസ് ലാസ്റ്റ് സീന് ഷോ ഡിറ്റഡ് മെസ്സേജ് ആൻറ്റി വ്യൂവൺസ് ആൻറ്റി ഡിലീറ്റ് മെസ്സേജ് ഡിസേബിൾ ഫോർവേഡ് ഹു ക്യാൻ കോൾ മീ കസ്റ്റം പ്രൈവസി ഹെഡ് വ്യൂ സ്റ്റാറ്റസ് ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ് ഷോ ബ്ലൂ ടിക്ക് ആഫ്റ്റർ റിപ്ലൈ കോൺടാക്റ്റ് ഗ്രൂപ്പ് ബ്രോഡ്കാസ്റ്റിന് സെപ്പറേറ്റ് പ്രൈവസീസ്, പിന്നെ നമുക്ക് നമ്മുടെ പാസ്വേഡ് ലോക്ക്, പിന്നെ അവസാനം റീസെറ്റ് പ്രൈവസി ഇൻക്രിപ്റ്റേഴ്സ്. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ തീം നമ്മളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിംഗ് നമുക്ക് എന്താണ് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ എന്താണ് കോൺവെർസേഷൻ മൾട്ടി കാർഡ്, പിന്നെ ഡിസേബിൾ ഹെഡ്സപ്പ് നോട്ടിഫിക്കേഷൻ, എനേബിൾ ഓൾവേസ് ഓൺലൈൻ, ഡിസേബിൾ സ്വൈപ്പ് ടു എക്സിറ്റ് കോൺവെർസേഷൻ, ഡിസേബിൾ ഓഡിയോ പ്ലേയിങ് നോട്ടിഫിക്കേഷൻ, ഡിസേബിൾ ബാഡ്ജ് കൗണ്ടർ, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഓപ്ഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കളേഴ്സ്, ലുക്ക്, സ്റ്റൈല് എന്താണ് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പം എന്താണ് നമുക്ക് പിന്നെ എന്തായാലും നമ്മുടെ ഹെഡർ, റോസ്, ഫ്ലോട്ടിംഗ് ആക്ഷൻ, പിന്നെ സ്റ്റാറ്റസ്, അതർ കോൺടാക്റ്റ്, റീസെൻറ്റ്, എനേബിൾ ഓൾവേസ് ഓൺലൈൻ, അപ്പം അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഹോം സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. പിന്നെ കോൺവെർസേഷൻ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വിക്ക് കോൺടാക്റ്റ് വ്യൂ, ക്വിക്ക് കോൺടാക്റ്റ് പൊസിഷൻ, ഷോ ഐക്കൺ നെക്സ്റ്റ് ടു അഡ്മിൻ, ബോംബ് ടെസ്റ്റ്, പിന്നെ ഹൈഡ് ചാറ്റ്, ഫാബ്, റീഡ് മോർ, റിമൂവ് റീഡ് മോർ, ഹൈഡ് ഡേറ്റ് ആൻഡ് ടൈം, കൺഫേം ഫോർ സെൻഡിങ് എ സ്റ്റിക്കർ, പിന്നെ നമുക്ക് ന്യൂ അറ്റാച്ച്മെൻറ്റ് പിക്കർ, UI, കസ്റ്റം വാൾപേപ്പർ പെർ കോൺടാക്റ്റ്, പ്രൊഫൈൽ പിക്ക് വാൾപേപ്പർ, പിന്നെ അപ്ഡേറ്റ് ഓഫ് ഓൺ വേണമെങ്കിൽ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഓൺ ആക്കിയിട്ട് മതി. പിന്നെ എന്താണ് നമുക്ക് നോർമലായിട്ടുള്ള അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വരാണെങ്കിൽ നമ്മൾ ഇനി റെഗുലറായിട്ട് അപ്ഡേറ്റ് നടത്തിക്കോളാം. പിന്നെ ഇതിന് ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് എബോട്ടിൽ കിടപ്പുണ്ടാവും. ഇതുവരെ നമ്മൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മെസ്സേജ് നമ്പർ, മാസ് മെസ്സേജ് സെൻറ്റർ, ഓട്ടോ റിപ്ലൈ, മാസ് മെസ്സേജ് സെൻറ്റർ, മെസ്സേജ് ഷെഡ്യൂളർ, പിന്നെ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ്, മെസ്സേജ് നമ്പർ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡറി ഇമ്മ്യൂണിറ്റി സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ഇമ്മ്യൂണിറ്റിക്കകത്ത് നമ്മുടെ വൈറസ് ഫീച്ചേഴ്സ് എല്ലാം കിടപ്പുണ്ട്. ആൻറ്റി ഡിലേ കിടപ്പുണ്ട്, ആൻറ്റി ഡിലേ 2 കിടപ്പുണ്ട്, പിന്നെ ആൻറ്റി ബ്ലോക്കിംഗ് UI സിസ്റ്റം, ആൻറ്റി ബ്ലോക്കിംഗ് ജിറ്റ്സ്, ഇമേജ് ബ്ലോക്കിംഗ്, ലാഗ്, ലൊക്കേഷൻ വൈറസ്, ക്യാൻസൽ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ഡോക്യുമെൻറ്റ് വൈറസ് ആണ്. പിന്നെ ആൻറ്റി ബ്ലോക്കിംഗ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് PDF ഫുള്ള്, ഡു നോട്ട് റീഡ്, കോൺടാക്ട്, ഇമ്മ്യൂൺ വൈറസ് ഓഫ് കാറ്റലോഗ്, വെബ് വ്യൂ, ബൂസ്റ്റർ, വെബ് വ്യൂ, ഓഡിയോ ട്രാക്ക്, ബഗ്, DC, ത്രില്ലർ, ഡിഫൻസീവ് മോഡ് 2, ആൻറ്റി ക്രാഷ് SQL, ആൻറ്റി ക്രാഷ് കോള്, ആൻറ്റി ക്രാഷ് ഇൻ ഹോം, പിന്നെ നമ്മുടെ ആൻറ്റി ക്രാഷ് ഇൻ ഹോം ആൻഡ് ചാറ്റ്സ്, ക്യാൻസൽ ന്യൂ ബഗ്, കിൽസ് ഹോം, അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാറ്റിക് ഉണ്ട്, ആൻറ്റി ബ്ലോക്ക് ജിപ്പ്, ആൻറ്റി ബ്ലോക്കിംഗ് സ്റ്റാറ്റസ്, മൾട്ടി ചാറ്റ്സ്, സെൻഡ്, ഫാസ്റ്റ് സെൻഡ്, റീഡ് മോർ, ഡോ നോട്ട് റിസീവ് ഇമേജസ്, കാറ്റലോഗ്, ഡോ നോട്ട് റിസീവ് മെസ്സേജ്, ക്യാൻസൽ വൺ കോൺടാക്റ്റ്, ക്യാൻസൽ മൾട്ടിപ്പിൾ കോൺടാക്റ്റ്, ആൻറ്റി ബ്ലോക്ക് ഇൻവിറ്റേഷൻ, ക്യാൻസൽ ഇമേജ് ബഗ്, ആൻറ്റി ക്രാഷ് അലോക്കേറ്റ്, അനുലാർ ക്രാഷ് ബഗ്, GC, ആൻറ്റി ബ്ലോക്ക് ക്രാഷ് SQL. പിന്നെ നമുക്ക് തേർഡ് ഡിസൈനർ ഓപ്ഷൻ്റെ അകത്ത് നമ്മുടെ ടെമ്പററി മെസ്സേജ്, ആൻറ്റി ടെമ്പററി മെസ്സേജ്, ഹൈഡ് നമ്പേഴ്സ്, ഫേക്ക് ചാറ്റ് റിസീവ്ഡ്, സ്റ്റാറ്റസ് ഫേക്ക്, ആനിമേഷൻ ഇൻ കോൺടാക്ട്, ആനിമേഷൻ ഇൻ ലൊക്കേഷൻ, പിന്നെ സെലക്ട് മെസ്സേജ് ഓട്ടോമാറ്റിക്കലി, റിമൂവ് എവരിവൺ ഇൻ എ ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ മെസ്സേജ് X25, പിന്നെ ഫേക്ക് കോൺടാക്ട് ഡേറ്റ് ആൻഡ് ടൈം, സസ്പെക്റ്റഡ് ലിങ്ക്സ്, റിമൂവ് ക്യാരക്ടർ ലിമിറ്റ്, റെക്കോർഡ് ഓഡിയോ വൈലിംഗ് കോള്, അൺവ്യൂഡ് ചാറ്റ്സ്, ടെക്സ്റ്റ് കാറ്റലോഗ്, ക്ലീൻ ക്യാച്ച്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്താണ് നമ്മുടെ നോർമലായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നമ്മുടെ വൈറസ് എല്ലാം ഫിക്സ് ചെയ്തേക്കുള്ളതാണ്. പിന്നെ ടൈറ്റാനിയം ബാക്കപ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ എന്താണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ജോയിൻ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പം എന്ന് പറയുക ഓഫേഴ്സൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അതിൻ്റെ അകത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ഓട്ടോമാറ്റിക് റെസ്പോൺസ്, മെസ്സേജ് ഷെഡ്യൂൾഡ് മെസ്സേജ്, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ കൺഫിഗറേഷൻ പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫേക്ക് ഓഡിയോസ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ 3D ലിസ്റ്റ് എഫക്റ്റ്, ലിസ്റ്റ് വ്യൂ എഫക്റ്റ്, പിന്നെ ഹോം പേജിൻ്റെ ആനിമേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇടുക. പിന്നെ എഫക്റ്റ് ഓഫ് ഡ്രോപ്പ് നടക്കുന്നത് നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീനിൽ, ഹോം സ്ക്രീനിൽ നമുക്ക് എന്താണ് സ്നോ എഫക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ഓണാക്കിയിട്ട് മതി. പിന്നെ നമ്മുടെ പിക്സൽ ഇമേജ് കിടക്കുന്നത് നമ്മുടെ ഇമേജിൻ്റെ നമ്മുടെ ഇമോജീസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ
അതാണ്. പിന്നെ ഫേക്ക് യുവർ രജിസ്റ്റർ നമ്പർ, നമ്മുടെ നമ്പർ ഹൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ചാറ്റ് ചെയ്യുന്നിടത്ത് എന്താണ് ടെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യുന്നിടത്ത്, അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഓൺലൈൻ കോൺടാക്റ്റ്, പ്രൊഫൈൽ ടോസ്റ്റ് ഉണ്ട്, ഓൺലൈൻ ടോസ്റ്റ് ഉണ്ട്, സ്റ്റാറ്റസ് വ്യൂ ടോസ്റ്റ് ഉണ്ട്. അപ്പം എന്താണ് നമുക്ക് അങ്ങനത്തെ എല്ലാ ടോസ്റ്റ് എഫക്റ്റുകൾ കിട്ടുന്നുണ്ട്. വേവ് എഫക്റ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതുപോലെ ഓണാക്കി ഇടുക, വേണ്ടതൊക്കെ എല്ലാവരും എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഒരു കുറവില്ല, എല്ലാ സാധനങ്ങളും നമ്മൾ പഴയതുപോലെ തന്നെ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കോൺവെർസേഷൻ സ്ക്രീൻ എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ ബൂം ടെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈറസ് ആഡഡ് അല്ല. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ടേക്കാം. നമുക്ക് എന്താണ് ഡേറ്റാബേസ് ഫയൽ ആഡ് ചെയ്ത് നമുക്ക് വൈറസ് സെറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തേക്കാം. അപ്പം കാരണം ഇപ്പോൾ വാട്സപ്പുകളിൽ വൈറസ് കയറ്റുന്നത് കൂടുതൽ ബാൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സ്പാം സെൻറ്റർ ആഡ് ചെയ്യാത്തത്. പിന്നെ നമുക്ക് റീഡ് മോർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡയറക്റ്റ് കോൺടാക്ട് ലിങ്ക്, ഡബിൾ ടാപ്പ് റിയാക്ഷൻ, വോയിസ് ചേഞ്ചർ, വെബ് സെർച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നെറ്റ് ഓഫാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം അതുപോലത്തെ എല്ലാ ഓപ്ഷൻസ് നമുക്ക് പക്ക വർക്കിംഗ് ആട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പം ഓഡിയോസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വോയിസ് നോട്ട്, ഓഡിയോസും വോയിസ് നോട്ടും കിട്ടുന്നുണ്ട്. ജസ്റ്റ് വോയിസ് നോട്ടെങ്കിൽ വോയിസ് നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ഇമേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിക്കേഴ്സ്, നമ്മുടെ പുതിയ ക്രിയേറ്റ് ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പം ക്രിയേറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമോജീസ് ഞാൻ കാണിച്ചതുപോലെ നമ്മുടെ ഇപ്പം സൈസ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈസ് കൂട്ടി കാണുന്ന രീതിയിലുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ മെസ്സേജ് ബബിൾ കിട്ടുന്നുണ്ട്. അപ്പം മോഡിഫൈ ചാറ്റ്, കോപ്പി മെസ്സേജ് ബൈ സെലക്ഷൻ, ട്രാൻസ്ലേറ്റ് മെസ്സേജ്, എക്സ്ട്രാക്ട് URL, മാർക്ക് മെസ്സേജ് ആസ് ഫേവറേറ്റ്, വ്യൂ ഫേവറേറ്റ് മെസ്സേജ്, നോട്ടിഫൈ വെൻ മെസ്സേജ് ഈസ് വ്യൂഡ്, ഇൻഫോ മെസ്സേജ്. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റം പ്രൈവസി വരുന്നുണ്ട്. അപ്പം ഒരു കോൺടാക്റ്റ് മാത്രമായിട്ട് കസ്റ്റം പ്രൈവസി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോ കോൾ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഹൈഡ് കോൺടാക്റ്റ് നെയിം ഉണ്ട്, കോൺടാക്റ്റ് ഓൺലൈൻ ടോസ്റ്റ് ഉണ്ട്, പിന്നെ കസ്റ്റം മീഡിയ ഡൗൺലോഡ് ഉണ്ട്. ഓരോ കോൺടാക്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇടാൻ, ചാറ്റ് ലോക്ക്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് നമ്മൾ ആഡ് ആണ്. അപ്പോൾ നല്ലൊരു വാട്സപ്പാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പക്ക വർക്കിംഗ് ആട്ടോ. അപ്പം എന്താണ് നമ്മുടെ പുതിയ വെർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റൈ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ആക്കിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പക്ക വർക്കിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി വാട്സപ്പാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നൊരു സൂപ്പർ വാട്സപ്പാണ്. അപ്പോൾ എല്ലാവരും അടുത്ത് യൂസ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി റെഗുലർ അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് റെഗുലർ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും അടുത്ത് യൂസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്.